കൊച്ചിയിലെ നൃത്ത പരിപാടിക്കിടെ ഉമാ തോമസ് എം എൽ എ വേദിയിൽ നിന്ന് വീഴുന്ന നടക്കുന്ന ദൃശ്യങ്ങളാണ് 24 കിട്ടിയത്. വേദിയിൽ നടക്കാനുള്ള സ്ഥലം പോലുമില്ലായിരുന്നുവെന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നു. മന്ത്രി സജി ചെറിയാൻ പറയുന്നത് സുരക്ഷാ വീഴ്ച തീർച്ചയായും ഉണ്ടായി. അദ്ദേഹം കൂടി പങ്കെടുത്തൊരു വേദിയായിരുന്നു ഇത്. VIP പങ്കെടുത്ത വേദിയിൽ രക്ഷാ ചുമതലയുള്ള ആളുകൾ പരിശോധന നടത്തിയില്ല എന്നും പരാതി ഉയരുകയാണ്. ഒട്ടും നടക്കാൻ വഴിയില്ലാത്ത സ്ഥലത്തു കൂടിയാണ് ഈ VIP മുന്നോട്ട് പോകേണ്ടിയിരുന്നത്. ഒരു നിമിഷത്തിൽ കാലുവഴുതിയാണോ എന്താണെന്നറിയില്ല. തൃക്കാക്കരയിൽ നിന്നുള്ള നിയമസഭാ അംഗം ഉമാ തോമസ് താഴേക്ക് വീഴുകയായിരുന്നു. 11 അടി താഴ്ചയിലേക്കാണ് ഉമാ തോമസ് വീണത്. ഇപ്പോൾ അവർ കൊച്ചിയിലെ എർണെ മെഡിസിറ്റിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്റർ സഹായത്തോടെ ചികിത്സയിലാണ്. മൃദംഗ വിഷൻ MD നികോഷ് കുമാറും ഓസ്കർ ഇവൻസ് ചുമതലക്കാരൻ ജിനീഷ് കുമാറും ഇന്ന് പാലാരിവട്ടം പോലീസിൽ കീഴടങ്ങും. സ്റ്റേജിൽ നിന്ന് വീണ് പരിക്കേറ്റ ഉമാ തോമസ് MLA വെന്റിലേറ്ററിൽ ഇപ്പോഴും തുടരുകയാണെന്ന് വിഷ്ണു സുരേഷ് എർണെ മെഡിസിറ്റിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു. വിഷ്ണു സുരേഷ് തത്സമയം ചേരുകയാണ്. വിഷ്ണു, യഥാർത്ഥത്തിൽ അവരുടെ ആരോഗ്യനിലയിൽ കാര്യമായി ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്നാണോ മനസ്സിലാക്കേണ്ടത്? മെഡിക്കൽ ബുള്ളറ്റിൻ ഇന്ന് പുറത്തു വന്നോ? SKN മെഡിക്കൽ ബോർഡ് യോഗം പുരോഗമിക്കുകയാണ്. അല്പസമയം തന്നെ ഡോക്ടർമാർ പുറത്തു വന്ന് പ്രതികരണം നടത്തും. ഇന്നലെയും സമാനമായ രീതിയിൽ അവർ പ്രതികരിച്ചിരുന്നു. അതിൽ നമ്മൾ ആശാവഹമായ ഒരു പുരോഗതി ഇന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നലെ ഈ ശ്വാസകോശവുമായി ബന്ധപ്പെട്ട ആശങ്കകളൊക്കെ മാറിയെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അത് ഓരോ ദിവസം കഴിയുന്തോറും ബെറ്റർ ആകും. അങ്ങനെയാണെങ്കിൽ ഒരു 2 ദിവസത്തിനകം തന്നെ ഉമാ തോമസിനെ വെന്റിലേറ്ററിൽ നിന്ന് ICUവിലേക്ക് മാറ്റാനാകുമെന്ന പ്രതീക്ഷയും ഡോക്ടർമാർ പങ്കുവച്ചിരുന്നു. എന്നാൽ അല്പസമയം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക പ്രതികരണം വരും. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പുറത്തു വന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. നടക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ആ സ്റ്റേജിൽ ഒരു തരത്തിലുള്ള സുരക്ഷയും ഉണ്ടായിരുന്നില്ല എന്നാണ് ആ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ആ 1ാമത്തെ നിരയിലെ കസേരയും ഈ സ്റ്റേജിൽ നിർമ്മിച്ചിരുന്ന ഈ താൽക്കാലിക ബാരിക്കേഡ് എന്നൊന്നും വിശേഷിപ്പിക്കാൻ പറ്റില്ല, അതുമായി ഏകദേശം 5 സെൻറ്റിമീറ്റർ മാത്രം, അതായത് ഒരാൾക്ക് നടക്കാൻ പോയിട്ടൊന്നും നിൽക്കാൻ പോലും പറ്റാത്തത്ര ദൂരം മാത്രമാണ് ഉണ്ടായിരുന്നത്. പൂർണ്ണമായ വീഴ്ച സംഭവിച്ചിരുന്നു. അതിൽ ആ സ്റ്റേജിൽ ഉണ്ടായിരുന്നത് മന്ത്രി സജി ചെറിയാൻ, അതോടൊപ്പം തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ പുട്ടവുമില്ലാതെ അടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഇത്രയും VIP പങ്കെടുക്കുന്ന ഒരു സ്റ്റേജിൽ എന്തുകൊണ്ടാണ് കൃത്യമായ പരിശോധന പോലീസിൻ്റെയും അതോടൊപ്പം തന്നെ ഇതിൻ്റെ അതോറിറ്റിയായ GCDയുടെയും ഭാഗത്ത് ഉണ്ടാകാതിരുന്നത് എന്നൊരു ചോദ്യമാണ്. നിലവിൽ ഇവരെല്ലാം ഈ സ്റ്റേജിൽ വീഴ്ച ഉണ്ടായിരുന്നു ചൂണ്ടിക്കാട്ടി റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. പക്ഷേ ആ റിപ്പോർട്ട് ഒരു വിരോധാഭാസമാകുന്നത് ഇവരെന്തുകൊണ്ട് പരിശോധന നടത്തിയില്ല എന്ന ചോദ്യത്തിലാണ്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഈ സംഘാടകരെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മൃദംഗം വിഷൻ്റെ ഡയറക്ടറായ MD ആയ നികോഷ് കുമാറിനോടാണ് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കോടതി ഇവർക്ക് ജാമ്യം അനുവദിച്ചിരുന്നു. ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നത് ഈ അല്ലെങ്കിൽ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് മേപ്പാടിയിലെ ഒരു കുടിസുമുറിയിൽ ഒരു മേശയും മാത്രമായിട്ടാണ്. എങ്ങനെയാണ് ഇത്തരത്തിലൊരു സ്ഥാപനത്തിന് വലിയ രീതിയിൽ ഒരു പരിപാടി ഓർഗനൈസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്